മുകേഷ് 1993 1993 മുകേഷ് അഭിനയിച്ച സിനിമകളെ കുറിച്ചാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തെ ഒരു സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ തന്നെയാണ് അമ്മയാണ് സത്യം. ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത ബാലചന്ദ്ര മേനോൻ സിനിമകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള കുറച്ച് പിണക്കങ്ങളൊക്കെ ഉള്ള സിനിമകളായിരിക്കും. പക്ഷെ ബാലചന്ദ്രന്റെ സിനിമകൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് അമ്മയാണ് സത്യം. ഇതുപോലെ ചിരിയൂ ചിരി എന്നൊരു സിനിമ ഉണ്ടായിരുന്നു, കുറച്ച് ചെറുപ്പക്കാരുടെ ഒരു സിനിമ. ബാലചന്ദ്ര മേനോനും മണിയമ്പിള്ള രാജുവിന്റെ അവരെ രണ്ടുപേരെയും ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ്. പിന്നെ പ്രശ്നം ഗുരുതരം എന്നൊരു സിനിമ വരുമ്പോൾ ഇതേപോലെ തന്നെ കുറച്ച് ബാച്ചിലേഴ്സ് മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്മാരുടെ കഥ, അതേപോലെ തന്നെയുള്ള ഒരു സിനിമ തന്നെയാണ് അമ്മയാണ് സത്യം. നിങ്ങൾ പലവരും സിനിമ കണ്ടിട്ടുണ്ടാവും. അതിൽ മുകേഷും ജഗതി ശ്രീകുമാറും ഗണേഷ് കുമാർ ഇവരെല്ലാവരും ഒരുമിച്ച് താമസിക്കുന്നു. അവിടേക്ക് ഒരു ആൺവേഷം കിട്ടി ഒരു പെൺകുട്ടി വരുന്നത്, അതാണ് ആനിയുടെ കഥാപാത്രം. ആനി ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. ഞാനൊക്കെ അന്ന് തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള സിനിമയാണ്. തൃശ്ശൂർ ജോസ് തിയേറ്ററിലാണ് കണ്ടിട്ടുള്ളത്. എന്തായാലും നല്ല ഒരു സിനിമ തന്നെയായിരുന്നു. അത്യാവശ്യം ഒരു ഹിറ്റ് സ്റ്റാറ്റസിൽ ഇടം നേടിയിട്ടുള്ള ബാലചന്ദ്രൻ അതിലൊരു പോലീസ് ഓഫീസറായിട്ടും നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. നരേന്ദ്ര പ്രസാദ് വില്ലനായിട്ട് അഭിനയിക്കുന്നു. എന്തായാലും മുകേഷിന് ഒരു ഹിറ്റ് കിട്ടി ആ ഒരു വർഷത്തെ, അങ്ങനെ പറയാം നമുക്ക് അമ്മയാണ് സത്യം എന്ന സിനിമ. അടുത്തത് കെ മധു സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ്. മുകേഷും മധുവും ജഗതി ശ്രീകുമാർ അഞ്ജുവും ഒക്കെ അഭിനയിച്ചിട്ടുള്ള തലമുറ എന്നാണ് സിനിമയുടെ പേര്. ഈ സിനിമ പണ്ട് ഇറങ്ങിയ ആ ഒരു സമയത്ത് ഒരിക്കൽ കാസറ്റ് എടുത്തിട്ട് ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു 30 വർഷങ്ങളായിട്ട് ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിന്റെ കഥയും കാര്യങ്ങളും ഓർമ്മില്ല. അതെന്തായാലും അങ്ങനെ വലിയ ഹിറ്റായിട്ട് പോയിട്ടുള്ള സിനിമ എന്നല്ല. പിന്നെ കെ മധുവിന്റെ സിനിമകൾ നമ്മൾ അധികം ചർച്ച ചെയ്യാത്ത അല്ലെങ്കിൽ ഇന്നധികം കേൾക്കാത്ത ഒരു സിനിമ തന്നെയാണ് തലമുറ. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അന്നത്തെ ബോക്സ് ഓഫീസ് സ്റ്റാറ്റസും ആ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം. അടുത്ത സിനിമ ശ്രീകുമാരൻ തമ്പി ഡയറക്ട് ചെയ്തിട്ടുള്ള സിനിമയാണ് ബന്ധുക്കൾ ശത്രുക്കൾ. അതൊരു മുകേഷ് മാത്രമല്ല, മുകേഷും ജയറാമും ഇവർ രണ്ടുപേരും ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. രണ്ട് നായകന്മാരാണ്. പിന്നെ തിലകനുണ്ട്. കുറെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ആണ്. നല്ല കുറെ പാട്ടുകളുണ്ട്. അതൊന്ന് അത്യാവശ്യം ഓടിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. പക്ഷെ ആ സിനിമയെ കുറിച്ച് ഞാൻ എവിടെയോ ശ്രീകുമാരൻ തമ്പി തന്നെ എഴുതിയിട്ടുള്ളത് വായിച്ചിട്ട് തോന്നുന്നു. അന്ന് ഭയങ്കര ഡ്യൂറേഷൻ ആണ് സിനിമയ്ക്ക്. ആദ്യം എനിക്ക് തോന്നുന്നു 3 മണിക്കൂറിന് മുകളിലൊക്കെ സിനിമ വന്നു. പിന്നെ കുറെ തിയേറ്റേഴ്സ് അത് കുറച്ച് കട്ട് ചെയ്തു. അങ്ങനെ കുറച്ചൊരു മിക്സഡ് ഒപ്പീനിയൻ ഒക്കെ വന്നിരുന്നു. എങ്കിലും അതിന്റെ പാട്ടുകളും സ്റ്റാർ കാസ്റ്റ് കൊണ്ടും ഒക്കെ ആ സിനിമ അന്ന് ഓടിയിട്ടുണ്ട്. ഞാനൊക്കെ സിനിമ അന്ന് കാസറ്റ് എടുത്തിട്ടാണ് കണ്ടിട്ടുള്ളത്. ശ്രീകുമാരൻ തമ്പിയുടെ ഒരു പാറ്റേണിലുള്ള ഒരു സിനിമ എന്ന് പറയാം. കുറെ ഫാമിലിയും കുറെ ഇമോഷൻസും അങ്ങനെ വരുന്ന ഒരു സിനിമ തന്നെയായിരുന്നു ബന്ധുക്കൾ ശത്രുക്കൾ. അടുത്തത് സുരേഷ് ബാബു ഡയറക്ട് ചെയ്ത സിനിമ. സുരേഷ് ബാബു കോട്ടയം കുഞ്ഞച്ചൻ കഴിഞ്ഞിട്ട് കുറെ സിനിമകൾ ആ പാറ്റേണിലുള്ള സിനിമകൾ അദ്ദേഹം കുറച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്ന് കുറച്ച് മാറിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് കസ്റ്റംസ് ഡയറി. കസ്റ്റംസ് ഡയറി നല്ലൊരു സിനിമയാണ്, അത്യാവശ്യം ഓടിയിട്ടുള്ള സിനിമയാണ്. പിന്നെ സുരേഷ് ബാബു ഒക്കെ അന്ന് വളരെ ബഡ്ജറ്റ് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഷൂട്ട് ചെയ്ത് പ്രൊഡ്യൂസർക്ക് ലാഭം ആക്കി കൊടുക്കുന്ന ഒരു ഡയറക്ടറാണ്. കുറെ പേരുണ്ട് അന്നത്തെ 90s. അതിലൊരാൾ തന്നെയായിരുന്നു സുരേഷ് ബാബു. ഇതിൽ ജയറാമും മുകേഷും ഗണേഷ് എല്ലാവരും നല്ല റോളാണ്. എനിക്ക് തോന്നുന്നു അതിൽ മുകേഷ് ആണ് ശരിക്കും ത്രൂ ഔട്ടുള്ളത്. ജയറാം പിന്നീട് വരുന്നതാണ്. അതിൽ ജയറാമിന്റെ ഒരിക്കൽ ഞാൻ കഥ കറക്റ്റായിട്ട് മറന്നുപോയി. അതിലെന്തോ ഒറ്റി കൊടുക്കണതും മുകേഷും ഗണേഷ് കുമാറും പൈസയ്ക്ക് വേണ്ടിയിട്ട് വെറുതെ ഏതൊരാളുടെ കയ്യിൽ സ്വർണ്ണോ എന്ന് മയക്കുമരുന്ന് എന്നുണ്ടെന്ന് ഒറ്റി കൊടുക്കുന്നതും അത് ബാബു നമ്പൂതിരി പെടുന്നതും. പിന്നീട് ബാബു നമ്പൂതിരിയുടെ മകനാണ്, പഴയ കസ്റ്റംസ് ഓഫീസറാണ് ജയറാം. അങ്ങനെ ജയറാം വരുന്നതൊക്കെയാണ്. കുറച്ച് ഒരു സീരിയസ് മോഡിലുള്ള സിനിമയാണ്. ജയറാമിന്റെ കോമഡി എന്നല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. അത് അത്യാവശ്യം ഓടിയിട്ടുള്ള സിനിമയാണ്. ഞാനൊക്കെ ഒന്ന് കാസറ്റ് എടുത്തിട്ടാണ് ആ സിനിമയൊക്കെ കണ്ടിട്ടുള്ളത്. അതിന്റെ ക്യാമറാമാൻ രവി കെ ചന്ദ്രനാണ്. ഇന്നത്തെ ബോളിവുഡിലേക്ക് വലിയ ക്യാമറാമാനാണ് അദ്ദേഹം. എന്തായാലും നല്ലൊരു സിനിമ, നിങ്ങളെല്ലാവരും ആ സിനിമ കണ്ടിട്ടുണ്ടാവും. അടുത്ത സിനിമ ഹരിദാസ് ഡയറക്ട് ചെയ്തിട്ടുള്ള ശശിധരൻ ആറാട്ട് വഴിയാണ് ആ സിനിമ എഴുതിയിരിക്കുന്നത്. ആ സിനിമയുടെ പേരാണ് വരം. ആ സിനിമയും അന്ന് വിജയിച്ച സിനിമയൊന്നും അല്ല. ഞാൻ ആ സിനിമ കാസ്റ്റ് എടുത്ത് കണ്ടിട്ടുള്ളത് അല്ല. മോഹിനി നായികയായിട്ട് അത് ഓർമ്മയുണ്ട്. പക്ഷെ എനിക്ക് എന്റെ കഥയും കാര്യങ്ങളൊക്കെ മറന്നു. ഔസേപ്പച്ചന്റെ പാട്ടുകളുണ്ട് ആ സിനിമയിൽ. വലിയൊരു സ്റ്റാർ കാസ്റ്റ് തന്നെയാണ് ആ സിനിമയിലുള്ളത്. മുകേഷ് മോഹിനിയും കൂടാതെ തിലകനുണ്ട്, ഗണേശനുണ്ട്, ജനാർദ്ദനുണ്ട്, സൈനുദ്ദീനുണ്ട്. പക്ഷെ ആ സിനിമയൊന്നും അങ്ങനെ വലുതായിട്ട് വിജയിച്ച ഒരു സിനിമയല്ലായിരുന്നു വരം. നിങ്ങൾക്ക് അതിന്റെ കഥ ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം. പിന്നെ അടുത്തത് എന്റെ വളരെ ഫേവറേറ്റ് സിനിമയാണ് പ്രവാചകൻ. PG വിശ്വംഭരൻ ഡയറക്ട് ചെയ്തിട്ടുള്ള. നേരത്തെ സുരേഷ് ബാബുവിനെ കുറിച്ചൊക്കെ പറഞ്ഞ പോലെ സുരേഷ് ബാബുവിനെക്കാട്ടും ഒക്കെ സീനിയറാണ് PG വിശ്വംഭരൻ. അദ്ദേഹം 90കൾ എത്തിക്കഴിഞ്ഞപ്പോൾ വളരെ ലോ ബഡ്ജറ്റ് സിനിമകൾ ചെയ്ത് 18 ദിവസം 16 ദിവസം കൊണ്ടൊക്കെ സിനിമകൾ തീർത്തിരുന്ന ഒരു ഡയറക്ടറായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സിനിമയാണ് ഈ പറയുന്ന പ്രവാചകൻ. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം, ഈ ഒരു സിനിമയെ കുറിച്ച് ഞാൻ ഈ സിനിമ കാസറ്റ് എടുത്തിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഈ സിനിമയെ കുറിച്ച് ഞാൻ ഗായത്രി അശോകൻ, അദ്ദേഹമാണ് പോസ്റ്റർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ സിനിമ റിലീസ് എല്ലാം ഫിക്സ് ചെയ്ത് അതിന് മുമ്പ് അതിന്റെ വ്യാജ കാസറ്റ്, അന്ന് വ്യാജ കാസറ്റ്, പക്ഷെ അത് റിലീസിന് മുമ്പേ ഇറങ്ങി. പക്ഷെ പിന്നെ അത് തിയേറ്ററിൽ എന്തോ ഇറങ്ങി കുറച്ച് ദിവസം എന്തോ കളിച്ചിട്ട് പോയി. വലിയ ലാഭമൊന്നും കിട്ടിയില്ല. ലാഭമല്ല, നഷ്ടം തന്നെയായിരുന്നു. പക്ഷെ കാസറ്റ് ഇറങ്ങിയതുകൊണ്ട് അത് ഓൾറെഡി ആളുകൾ എല്ലാവരും കണ്ടു കഴിഞ്ഞിരുന്നു. നമ്മളിപ്പോ ജനനായകനെ കുറിച്ചൊക്കെ ഇന്നിപ്പോ പറയുന്ന പോലെ. പക്ഷെ നല്ലൊരു സിനിമയാണ് പ്രവാചകൻ. അതിൽ ഇവര് സിനിമയിൽ അഭിനയിക്കാൻ നടക്കുന്ന കുറച്ച് ചെറുപ്പക്കാരാണ്. ഇവര് പഠിക്കുന്ന ചെറുപ്പക്കാരാണ്.
പിന്നീട് ജോത്സ്യന കൈനോട്ടക്കാരനാണ് മുകേഷിന്റെ അച്ഛൻ. പിന്നീട് മുകേഷിന് ആ ജോലി ഏറ്റെടുക്കേണ്ടി വരികയും അങ്ങനെ പോകുന്ന ഒരു സംഭവമായിരുന്നു അത് പ്രവാചകൻ എന്ന് പറയുന്നത്. മുകേഷ് പ്രവചിക്കുന്നതെല്ലാം കറക്റ്റായിട്ട് പോകുന്നു. എന്തായാലും നല്ല കോമഡി ഉള്ളതാണ്. സിദ്ദിഖ് ഉണ്ട് അതില്, കീരിക്കടൻ ജോസ് ഉണ്ട്, കുറെ കഥാപാത്രങ്ങളുണ്ട് ആ ഒരു സിനിമയിൽ. നല്ലൊരു സിനിമ തന്നെയായിരുന്നു പ്രവാചകൻ. അടുത്തത് എന്റെ ശ്രീകുട്ടിക്ക് എന്ന സിനിമ. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. TR റസാഖാണ് എഴുതിയത്, ജോസ് തോമസ് ഡയറക്ട് ചെയ്തിട്ടുള്ളത്. എന്റെ അറിവ് ശരിയാണെങ്കിൽ ജോസ് തോമസ് ആദ്യമായിട്ട് ഡയറക്ട് ചെയ്ത ഒരു സിനിമയാണ്. ഈ സിനിമയ്ക്ക് ജോസ് തോമസിന് അന്ന് ക്രിട്ടിക്സ് അവാർഡാണോ അതോ സ്റ്റേറ്റ് അവാർഡ് തന്നെയാണ്, മികച്ച നവാഗത സംവിധായകനുള്ള അവാർഡോ അങ്ങനെ എന്തോ ക്രിട്ടിക്സ് ആണെന്ന് തോന്നുന്നു. അതിൽ തിലകനും നല്ല അച്ഛന്റെ റോള്. തിലകൻ അതിലൊരു ലോറി ഡ്രൈവർ. എന്റെ ഒരു വേഗമായിട്ടുള്ള ഒരു ഓർമ്മയില്ല എനിക്ക് കഥയിൽ. മുകേഷ് ജയിലിൽ നിന്ന് തിരിച്ചു വരുന്നതാണ്. ജയിലിൽ പോയിട്ട് അച്ഛനായിട്ട് തിലകനുണ്ട്. തിലകൻ അവസാനം വണ്ടിയിലിരുന്ന് ലോറിയിലിരുന്ന് ലോറിയാണോ ബസ്സാണോ, ലോറിയിലോ ബസ്സിലോ ഇരുന്ന് മരിക്കുന്ന ഒരു സീനൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ട്രാജഡി, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള നമ്മുടെ ആ ഒരു കിരീടം എഫക്റ്റ് ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ ഒരു കിരീടത്തിന്റെ ഒരു പാറ്റേണിലൊക്കെ ഒരു സിനിമ പിടിച്ചതായിരിക്കും. പക്ഷെ നല്ലൊരു സിനിമ എന്നുള്ള ഒരു പേര് കിട്ടിയിരുന്നു. ബോക്സ് ഓഫീസിൽ ഹിറ്റ് ആയിട്ടില്ലെങ്കിൽ മുകേഷും ചെയ്ത സീരിയസ് ക്യാരക്ടേഴ്സിനും നന്നായിട്ട് ചെയ്തു എന്നൊരു പേര് കിട്ടിയിരുന്നു ഈ ഒരു സിനിമ എന്റെ ശ്രീകുട്ടിക്ക്. ഇത്രയാണ് എന്റെ ഒരു ഓർമ്മ ആ സിനിമയെ കുറിച്ചുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ പറയണം. ഇത്രയുമാണ് മുകേഷ് 1993 മുകേഷ് അഭിനയിച്ച് റിലീസായ സിനിമകൾ. ഇനി ഞാൻ ഏതെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ നോക്കിയപ്പോൾ എത്രയാണ് സിനിമകൾ. ഇതൊക്കെയാണ് ഈ സിനിമകളെ കുറിച്ചുള്ള എനിക്ക് അറിയാവുന്ന കാര്യങ്ങളും എന്റെ കുറെ എക്സ്പീരിയൻസുകൾ. ഇതിൽ ഇപ്പോൾ ഫേവറേറ്റ് സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ പ്രവാചകൻ നല്ല ഒരു സിനിമയാണ്. എനിക്ക് പെട്ടെന്ന് പറയാമെങ്കിൽ അതിൽ പ്രവാചകൻ തന്നെയാണ് എൻ്റെ ഒരു ഫേവറേറ്റ് സിനിമകളൊന്ന്. വേറെ ബാക്കി എല്ലാം നല്ല സിനിമകളാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് സിനിമകളും നിങ്ങൾ അന്ന് കണ്ട തിയേറ്ററിൽ നിന്ന് കണ്ട ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഷെയർ ചെയ്യുക.